ഏയ് ഇന്നലെ ഫാറ്റ് ലോസിന് വന്ന ക്ലൈൻറ്റിന് നീ എന്താ ചെയ്തത്? അയാളുടെ നടുവുളിക്ക് ആശുപത്രി കിടക്കുന്നു പറഞ്ഞ് എനിക്ക് ഫോൺ വന്നു. മാസ്റ്റർ, വണ്ണം കുറയ്ക്കണമെങ്കിൽ ഈ വർക്കൗട്ട് അല്ല, ഈ വർക്കൗട്ട് ചെയ്യണം, അറിഞ്ഞൂടെ? ഓ അത് ശരി. അപ്പോൾ ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്നത് മെഷീനൊക്കെ എടുത്ത് വെളികളേട്ടാ. ബേസിക് കാര്യം എന്ന് പറയുന്നത് വണ്ണം കൂട്ടുന്നതും വണ്ണം കുറയ്ക്കുന്നതും നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തിരിക്കും. അല്ലാതെ വണ്ണം കുറയ്ക്കാൻ ഈ വർക്കൗട്ട് ഈ വർക്കൗട്ട് ചെയ്യരുത് ഇങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. കോമ്പൗണ്ട് വർക്കൗട്ട് മാത്രമല്ല, ഐസൊലേഷൻ വർക്കൗട്ടും ഫാറ്റ് ലോസിന് അത്യാവശ്യമാണ്. കോമ്പൗണ്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ മസിൽ ഗ്രൂപ്പ് എൻഗേജ് ആവുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ കാലറീസ് ബേൺ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാനും പറ്റും. നമ്മുടെ BMR ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റും. കോമ്പൗണ്ട് ലിഫ്റ്റിലാണ് സ്ക്വാട്ട്, ഡെഡ് ലിഫ്റ്റ്, ബെഞ്ച് പ്രസ്, ഷോൾഡർ പ്രസ് ഇതൊക്കെ വരുന്നത്. പക്ഷേ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യമേ തന്നെ ഇതൊന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ചിലർക്ക് പ്രോപ്പർ ഫോമിൽ ചെയ്തില്ലെങ്കിൽ ഇഞ്ചുറി പറ്റും. ചില ആൾക്കാർ വെയിറ്റ് എടുപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ജിമ്മിലോട്ടേ വരത്തില്ല. ഇനി ഐസൊലേഷൻ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ സിംഗിൾ മസിൽ ഗ്രൂപ്പിനെ എൻഗേജ് ചെയ്ത് ചെയ്യിക്കുന്നതാണ്. ഉദാഹരണത്തിന് ട്രൈസെപ്സ്, ബൈസെപ്സ് ഇതൊക്കെ നമുക്ക് ഐസൊലേഷൻ വർക്കൗട്ട്സിൽ ഉൾപ്പെടുത്താം. ഒരു മസിൽ ഗ്രൂപ്പിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ടെൻഷൻ നമ്മൾ ഒരു മസിലിന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എഫക്റ്റീവ് ആയിട്ട് ഹൈപ്പർട്രോഫി ഉണ്ടാവും. ഒരു ബെറ്റർ മസിൽ ഡെഫിനിഷൻ ഉണ്ടാവും. ആ ഫിസിക് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഈ വർക്കൗട്ട്സിന് ഇഞ്ചുറി റിസ്ക് റേറ്റ് കുറവാണ്. അതുമാത്രമല്ല, ഒരു സ്പെസിഫിക് മസിൽ ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ കോമ്പൗണ്ട് ലിഫ്റ്റ് പെർഫോമൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ നല്ലൊരു ഫിസിക് ബിൽഡ് ചെയ്യാൻ നമുക്ക് ഐസൊലേഷൻ വർക്കൗട്ടും വേണം, കോമ്പൗണ്ട് വർക്കൗട്ടും വേണം. അല്ലാതെ വണ്ണം കൂട്ടാനാണെങ്കിൽ ഈ വർക്കൗട്ട്, വണ്ണം കുറയ്ക്കാനാണെങ്കിൽ ഈ വർക്കൗട്ട്, അങ്ങനെയൊന്നുമില്ല. ഇന്ന് വൈകിട്ട് ഞാൻ വരത്തില്ല കേട്ടോ. വൈകിട്ട് വരത്തില്ല. എന്തേ കാര്യം? എനിക്കൊരു 50 ടീഷർട്ട് കീറാറുണ്ട്.